നമുക്ക് കുറച്ചു ദിവസമായി ഈ സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങൾ അതുപോലെ കിടക്ക കട്ടിൽ ഇതൊക്കെ കെട്ടിപ്പെറുക്കി കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ തിരക്കാണ്. എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിന് മുന്നേ തലസ്ഥാനം വിടാൻ ചില ആൾക്കാരൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായത്. ആരാണെന്നറിയണ്ടേ? കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓഫീസുകളൊക്കെ ഒഴിയുന്നതിന്റെ മൂഡിലാണ്. LDF സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തിയാലും നിലവിലെ മന്ത്രിമാർക്ക് വീണ്ടും മന്ത്രിസ്ഥാനവും അതേ വകുപ്പും ഓഫീസും ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾ അവർ വാങ്ങിയ സ്വകാര്യ വസ്തുക്കൾ അടക്കം മാറ്റി ഓഫീസ് ഒഴിയുന്ന തിരക്കിലാണ്. മുഖ്യമന്ത്രിയും ഭൂരിപക്ഷം മന്ത്രിമാരും ഓഫീസിലെത്തുന്നില്ല. തലസ്ഥാന ജില്ലയിലെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും മിക്ക ദിവസവും ഓഫീസിൽ വരുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് സമയം പേരിന് മാത്രം അവിടെ ചിലവഴിക്കുക, പോവുക. തെരഞ്ഞെടുപ്പിന് ശേഷവും പത്രസമ്മേളനങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെയായി ശിവൻകുട്ടി സജീവമാണ്. മറ്റു പല മന്ത്രിമാരും ഒന്നോ രണ്ടോ ദിവസം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് ഓഫീസിൽ എത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിൽ ഒരു തിമിര ശസ്ത്രക്രിയയ്ക്ക് പോയിരുന്നു. നമ്മൾ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞതാണ്. അത് കഴിഞ്ഞ് തലസ്ഥാനത്തെത്തിയ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നല്ല വിശ്രമത്തിലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം ഓഫീസിൽ എത്തിയിട്ടില്ല. മറ്റു ജില്ലകളിലുള്ള പല മന്ത്രിമാരും തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുമില്ല. കാരണം ജയിക്കുമോ തോൽക്കുമോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ എന്തൊക്കെ ആയാലും ശരി, സപ്പോസ് ജയിച്ചാലും ഇനി ഇവിടെ തന്നെ തുടരാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. കാര്യം പിണറായിയാണ് ആള്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഭരണപരമായ നടപടികളൊന്നും ചെയ്യാനില്ലാത്തതിനാലാണ് മന്ത്രിമാർ ഓഫീസിൽ എത്താത്തത് എന്നാണ് വിശദീകരണം. ഇതിനിടെ ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം നടന്നു. അതെല്ലാം ഓൺലൈനായാണ് ചേർന്നത്. ഉഷ്ണപ്രതിരോധ ആലോചനാ യോഗവും ഓൺലൈനായിട്ടാണ് ചേർന്നത്. അടുത്ത മന്ത്രിസഭ അധികാരമേൽക്കും വരെ നിലവിലെ മന്ത്രിമാർ തുടരുമെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ തന്നെ മന്ത്രിമാരും ഓഫീസ് സ്റ്റാഫും ഒക്കെ ഒഴിയുന്നതാണ് പതിവ്. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഓഫീസൊക്കെ ഒഴിഞ്ഞു പോവുകയാണ്. ഇനി മന്ത്രിമന്ദിരങ്ങൾ ഒഴിയുന്നു എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. മന്ത്രിമന്ദിരങ്ങൾ ഒഴിയുന്ന സമയത്ത് സർക്കാർ നൽകിയ സാധനങ്ങൾ ഏതൊക്കെയാണ്, സ്വന്തം സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത്ര ഇനിയിപ്പോൾ എല്ലാം കെട്ടിപ്പറക്കി കൊണ്ടുപോയി കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത ആൾക്കാർ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പലതും അവിടെ ഇല്ല എന്ന് കാണുന്നതും ചിലപ്പോൾ പലതും അധികമായി കാണുന്നതും. എന്തായാലും 4-5 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടും. എന്തായാലും അതുവരെ LDF വരുമെന്ന് അവരും UDF വരുമെന്ന് അവരും കുറച്ച് സീറ്റുകൾ ഞങ്ങൾ പിടിക്കുമെന്ന് BJPയും ഒക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അങ്ങനെ തുടരുകയാണ്. 4-ാം തീയതി നമുക്ക് കാത്തിരിക്കാം. 4-ാം തീയതി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കാത്തിരിക്കാം. എന്തായാലും നല്ലത് മാത്രമേ കേരളത്തിലുള്ള ജനങ്ങൾക്ക് സംഭവിക്കാവേ എന്ന് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും പൊതുസമൂഹത്തിന്റെ അടക്കം പ്രാർത്ഥന. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.